പ്രൈസ് ലോർഡ്. ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും. ക്വസ്റ്റ്യൻ: സഭാപ്രസംഗി ബൈബിളിലെ എത്രാമത്തെ പുസ്തകം? എത്ര അധ്യായങ്ങളുണ്ട്? എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം: 21-ാമത്തെ പുസ്തകം, 12 അധ്യായങ്ങൾ, 222 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: സൂര്യന് കീഴെ നടക്കുന്ന സകല പ്രവൃത്തികളും മായയും വൃഥാ പ്രയത്നവുമത്രേ എന്ന് പറഞ്ഞതാര്? ഉത്തരം: സഭാപ്രസംഗി. സഭാപ്രസംഗി 1:14. ക്വസ്റ്റ്യൻ: സകല നദികളും സമുദ്രത്തിലേക്ക് ഒഴുകി വീഴുന്നു, എന്നിട്ടും സമുദ്രം നിറയുന്നില്ല എന്ന് പറഞ്ഞതാര്? ഉത്തരം: സഭാപ്രസംഗി 1:7. ക്വസ്റ്റ്യൻ: പിന്നത്തേതിൽ വരുവാനുള്ളവർക്ക് ഓർമ്മയുണ്ടാകാത്തത് ആരെക്കുറിച്ച്? ഉത്തരം: വരുവാനുള്ളവരെക്കുറിച്ച്. 1:11. ക്വസ്റ്റ്യൻ: സഭാപ്രസംഗി ആകാശത്തിൻ കീഴിൽ സംഭവിക്കുന്നതൊക്കെയും എങ്ങനെ ആരാഞ്ഞറിയേണ്ടതിന് മനസ്സുവെച്ചു? ഉത്തരം: ജ്ഞാനത്തോടെ. 1:13. ക്വസ്റ്റ്യൻ: ജ്ഞാനബാഹുല്യത്തിൽ എന്തുണ്ട്? ഉത്തരം: വ്യസനബാഹുല്യം. 1:18. ക്വസ്റ്റ്യൻ: സഭാപ്രസംഗി സന്തോഷത്തെക്കുറിച്ച് എന്ത് പറഞ്ഞു? ഉത്തരം: അതുകൊണ്ടെന്തു ഫലം എന്ന്. 2:2. ക്വസ്റ്റ്യൻ: ഇരുളിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നത് എന്ത്? ഉത്തരം: വെളിച്ചം. 2:13. ക്വസ്റ്റ്യൻ: ജ്ഞാനം എന്തിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നു? ഉത്തരം: ഭോഷത്വത്തേക്കാൾ. 2:13. ക്വസ്റ്റ്യൻ: ഇരുട്ടിൽ നടക്കുന്നത് ആര്? ഉത്തരം: ഭോഷൻ. 2:14. ക്വസ്റ്റ്യൻ: ദൈവം തനിക്ക് പ്രസാദമുള്ള മനുഷ്യന് കൊടുക്കുന്ന 3 കാര്യങ്ങൾ എന്തൊക്കെ? ഉത്തരം: ജ്ഞാനവും അറിവും സന്തോഷവും. 2:26. ക്വസ്റ്റ്യൻ: ദൈവം ആദ്യോടന്തം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിപ്പാൻ ആർക്കു കഴിവില്ല? ഉത്തരം: മനുഷ്യർക്ക്. 3:11. ക്വസ്റ്റ്യൻ: സഭാപ്രസംഗി സൂര്യനു കീഴെ ന്യായത്തിൻ്റെ സ്ഥലത്ത് കണ്ടത് എന്ത്? ഉത്തരം: ന്യായക്കേട്. 3:16. ക്വസ്റ്റ്യൻ: സകല പ്രയത്നവും സാമർഥ്യമുള്ള പ്രവൃത്തിയൊക്കെയും ഒരുവന് മറ്റവനോടുള്ള എന്തിൽ നിന്നുളവാകുന്നു എന്ന് സഭാപ്രസംഗി കണ്ടു? ഉത്തരം: അസൂയയിൽ നിന്ന്. സഭാപ്രസംഗി 4:4. ക്വസ്റ്റ്യൻ: ആര് വീണാൽ എഴുന്നേൽപ്പിപ്പാൻ ആരുമില്ല? ഉത്തരം: ഏകാകി. 4:10. ക്വസ്റ്റ്യൻ: എങ്ങനെയുള്ള ചരടാണ് വേഗത്തിൽ അറ്റുപോകയില്ല എന്ന് സഭാപ്രസംഗി പറഞ്ഞത്? ഉത്തരം: മുപ്പിരിച്ചരട്. 4:12. ക്വസ്റ്റ്യൻ: ആര് യാഗം അർപ്പിക്കുന്നതിനേക്കാൾ അടുത്ത് ചെന്ന് കേൾക്കുന്നത് നല്ലത്? ഉത്തരം: മൂഢന്മാർ. 5:1. ക്വസ്റ്റ്യൻ: അതിവേഗത്തിൽ ഒന്നും പറയരുത് എന്ന് പറഞ്ഞതാര്? ഉത്തരം: സഭാപ്രസംഗി. 5:2. ക്വസ്റ്റ്യൻ: എന്തിൻ്റെ ആധിക്യം കൊണ്ട് സ്വപ്നം ജനിക്കുന്നു? ഉത്തരം: കഷ്ടപ്പാടിൻ്റെ ആധിക്യം കൊണ്ട്. 5:3. ക്വസ്റ്റ്യൻ: എങ്ങനെയുള്ള രാജാവ് ദേശത്തിന് എല്ലാറ്റിലും ഉപകാരമായിരിക്കും? ഉത്തരം: കൃഷി തൽപരനായിരിക്കുന്ന. 5:9. ക്വസ്റ്റ്യൻ: എന്ത് ചെയ്യുന്ന മനുഷ്യൻ
അല്പമോ അധികമോ ഭക്ഷിച്ചാലും അവൻ്റെ ഉറക്കം സുഖകരമാകുന്നു. ഉത്തരം വേല ചെയ്യുന്ന മനുഷ്യൻ. 5/12. ക്വസ്റ്റ്യൻ: എന്തിൻ്റെ സഞ്ചാരത്തേക്കാൾ കണ്ണിൻ്റെ നോട്ടം നല്ലത്? ഉത്തരം അഭിലാഷത്തിൻ്റെ. 6/9. ക്വസ്റ്റ്യൻ: ആരോട് വാദിപ്പാൻ മനുഷ്യന് കഴിവില്ല? ഉത്തരം തന്നിലും ബലമേറിയവനോട്. 6/10. ക്വസ്റ്റ്യൻ: ആരുടെ ഹൃദയം സന്തോഷഭവനത്തിലിരിക്കുന്നു? ഉത്തരം മൂഢന്മാരുടെ. 7/4. ക്വസ്റ്റ്യൻ: സുഗന്ധതൈലത്തേക്കാൾ ഉത്തമം എന്ത്? ഉത്തരം നല്ല പേർ. 7/1. ക്വസ്റ്റ്യൻ: ജ്ഞാനിയെ പൊട്ടനാക്കുന്നതെന്ത്? ഉത്തരം കോഴ. 7/7. ഹൃദയത്തെ കെടുത്തുകളയുന്നതെന്ത്? ഉത്തരം കൈക്കൂലി. 7/7. ക്വസ്റ്റ്യൻ: മൂഢന്മാരുടെ മാർവിൽ എന്ത് വസിക്കുന്നു? ഉത്തരം നീരസം. 7/9. ക്വസ്റ്റ്യൻ: സഭാപ്രസംഗി പറഞ്ഞ 2 ശരണങ്ങൾ ഏവ? ഉത്തരം ജ്ഞാനം, ദ്രവ്യം. 7/12. ക്വസ്റ്റ്യൻ: പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമിയിലില്ല എന്ന് പറഞ്ഞതാര്? ഉത്തരം സഭാപ്രസംഗി. 7/20. ക്വസ്റ്റ്യൻ: ചിന്തിച്ചു കൊള്ളേണ്ട കാലമേത്? ഉത്തരം അനർത്ഥകാലം. 7/14. ക്വസ്റ്റ്യൻ: ഒരു പട്ടണത്തിൽ 10 ബലശാലികൾ ഉള്ളതിനേക്കാൾ ജ്ഞാനിക്ക് അധികം ബലം എന്ത്? ഉത്തരം ജ്ഞാനം. 7/19. ക്വസ്റ്റ്യൻ: ഹൃദയത്തിൽ കണികളും വലകളും കയ്യിൽ പാശങ്ങളും ഉള്ള സ്ത്രീയെ ഒഴിഞ്ഞു രക്ഷപ്പെടുന്നത് ആര്? ഉത്തരം ദൈവത്തിന് പ്രസാദമുള്ളവൻ. 7/26. ക്വസ്റ്റ്യൻ: സഭാപ്രസംഗി താൽപ്പര്യമായി അന്വേഷിച്ചുവെങ്കിലും കണ്ടു കിട്ടാത്തത് എന്ത്? ഉത്തരം 1000 പേരിൽ ഒരു സ്ത്രീയെ. 7/28. ക്വസ്റ്റ്യൻ: ദൈവം മനുഷ്യനെ എന്തുള്ളവനായി സൃഷ്ടിച്ചു? ഉത്തരം നേരുള്ളവനായി. 7/29. ക്വസ്റ്റ്യൻ: മനുഷ്യൻ്റെ മുഖത്തെ പ്രകാശിപ്പിക്കുന്നതെന്ത്? ഉത്തരം ജ്ഞാനം. 8/1. ക്വസ്റ്റ്യൻ: ജ്ഞാനിയുടെ ഹൃദയം വിവേചിക്കുന്നത് എന്തിനെയെല്ലാം? ഉത്തരം കാലത്തെയും ന്യായത്തെയും. 8/5. ക്വസ്റ്റ്യൻ: പണ്ടത്തെ കാലം ഇപ്പോഴത്തേതിനേക്കാൾ നന്നായിരുന്നതിൻ്റെ കാരണം എന്ത് എന്ന് ചോദിക്കുന്നത് എന്തല്ല? ഉത്തരം ജ്ഞാനമല്ല. 8/10. ക്വസ്റ്റ്യൻ: എന്തിനുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായ്ക കൊണ്ട് മനുഷ്യർ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നു? ഉത്തരം ദുഷ്പ്രവൃത്തിക്കുള്ള. 8/11. ക്വസ്റ്റ്യൻ: ജീവിച്ചിരിക്കുന്നവർ അറിയുന്ന ഒരു കാര്യം എന്ത്? ഉത്തരം തങ്ങൾ മരിക്കും എന്ന്. 9/5. ക്വസ്റ്റ്യൻ: സൂര്യനു കീഴെ നടക്കുന്ന യാതൊന്നിലും ഇനി ഒരിക്കലും ഓഹരിയില്ലാത്തത് ആർക്ക്? ഉത്തരം മരിച്ചവർക്ക്. 9/6. ക്വസ്റ്റ്യൻ: ആരുടെ ജ്ഞാനമാണ് തുച്ഛീകരിക്കപ്പെടുന്നത്? ഉത്തരം സാധുവിൻ്റെ. 9/16. ക്വസ്റ്റ്യൻ: എവിടെയാണ്
പ്രവൃത്തിയോ സൂത്രമോ അറിവോ ജ്ഞാനമോ ഒന്നും ഇല്ല എന്ന് സഭാപ്രസംഗി പറഞ്ഞത്? ഉത്തരം പാതാളത്തിൽ 9:10. ക്വസ്റ്റ്യൻ: മൂഢന്മാരെ ഭരിക്കുന്നവൻ്റെ എന്തിനേക്കാൾ സാവധാനത്തിൽ പറയുന്ന ജ്ഞാനികളുടെ വചനങ്ങൾ നല്ലത്? ഉത്തരം അട്ടഹാസത്തേക്കാൾ. 9:17. ക്വസ്റ്റ്യൻ: തൈലക്കാരൻ്റെ തൈലം നാറുമാറാക്കുന്നതെന്ത്? ഉത്തരം ചത്ത ഈച്ച. 10:1. ക്വസ്റ്റ്യൻ: ജ്ഞാനമാനങ്ങളെക്കാൾ ഘനമേറുന്നത് എന്ത്? ഉത്തരം അല്പഭോഷത്വം. 10:1. ക്വസ്റ്റ്യൻ: എവിടേക്ക് പോകുന്ന വഴിയറിയാത്ത മൂഢന്മാർ തങ്ങളുടെ പ്രയത്നത്താൽ ക്ഷീണിച്ചു പോകുന്നു? ഉത്തരം പട്ടണത്തിലേക്ക്. 10:4. ക്വസ്റ്റ്യൻ: ക്ഷാന്തി എന്ത് ചെയ്യാതിരിപ്പാൻ കാരണമാകും? ഉത്തരം മഹാപാതകങ്ങളെ. 10:4. ക്വസ്റ്റ്യൻ: കാര്യസിദ്ധിക്ക് ഉപയോഗമുള്ളത് എന്ത്? ഉത്തരം ജ്ഞാനം. 10:10. ക്വസ്റ്റ്യൻ: വീട് ചോരുന്നത് എന്തുകൊണ്ട്? ഉത്തരം കൈകളുടെ ആലസ്യം കൊണ്ട്. 10:18. ക്വസ്റ്റ്യൻ: തെക്കോട്ടോ വടക്കോട്ടോ വീണാൽ വീണയിടത്ത് തന്നെ കിടക്കുന്നത് എന്ത്? ഉത്തരം വൃക്ഷം. 11:3. ക്വസ്റ്റ്യൻ: ഏത് കാലം ദീർഘമായിരിക്കും എന്ന് മനുഷ്യൻ ഓർത്തുകൊള്ളണം? ഉത്തരം അന്ധകാരകാലം. 11:8. ക്വസ്റ്റ്യൻ: ഹൃദയത്തിൽ നിന്ന് അകറ്റിക്കളയേണ്ടത് എന്ത്? ഉത്തരം വ്യസനം. 11:10. ക്വസ്റ്റ്യൻ: സഭാപ്രസംഗി ജ്ഞാനിയായിരുന്നത് കൂടാതെ അവൻ ജനത്തിന് എന്ത് ഉപദേശിച്ചു കൊടുത്തു? ഉത്തരം പരിജ്ഞാനം. 12:9. ക്വസ്റ്റ്യൻ: വിലാപം കഴിക്കുന്നവർ എവിടെ ചുറ്റി സഞ്ചരിക്കും? ഉത്തരം വീതിയിൽ. 12:5. ക്വസ്റ്റ്യൻ: ആരുടെ വചനങ്ങളാണ് മുടിങ്കോൽ പോലെയുള്ളത്? ഉത്തരം ജ്ഞാനികളുടെ. 12:11. ക്വസ്റ്റ്യൻ: തറച്ചിരിക്കുന്ന ആണികൾ പോലെയുള്ള വാക്കുകൾ ആരുടേത്? ഉത്തരം സഭാധിപന്മാരുടെ. 12:11. ക്വസ്റ്റ്യൻ: ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി എവിടേക്ക് വരുത്തും? ഉത്തരം ന്യായവിസ്താരത്തിലേക്ക്. 12:14. താങ്ക്സ് ഫോർ വാച്ചിങ്.